ദീപിക പദുക്കോൺ കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ നിന്ന് പുറത്തേക്ക് എന്താണ് സംഭവിച്ചത്? കൽക്കി 2898 AD എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്നത് അതിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള പ്രഖ്യാപനമാണ്. എന്നാൽ ആ കാത്തിരിപ്പിന് വിരാമമിട്ട് ഒരു അപ്രതീക്ഷിതമായ വാർത്ത എത്തി. സിനിമയുടെ നായികയായ ദീപിക പദുക്കോൺ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവില്ല. വൈജയന്തി മൂവീസ് എന്ന നിർമ്മാണ കമ്പനി തന്നെയാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച ഈ തീരുമാനം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദീപികയെ പോലൊരു മുൻനിര നായികയെ ഒരു മെഗാ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ നിന്ന് ഒഴിവാക്കിയത്? ഈ ചോദ്യത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വൈജയന്തി മൂവീസ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തിറക്കിയ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. കൽക്കി പോലൊരു സിനിമ വലിയൊരു കമ്മിറ്റ്മെന്റ് അർഹിക്കുന്നുണ്ട്. ദീപികയുമായുള്ള ഞങ്ങളുടെ യാത്ര ആദ്യ ഭാഗത്തോടെ അവസാനിക്കുന്നു. അവർക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു എന്നായിരുന്നു പ്രസ്താവനയുടെ ഉള്ളടക്കം. ഒരു നടിക്ക് ഭാവിക്ക് ആശംസകൾ നേർന്നെങ്കിലും ആദ്യ ഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരത്തെ ഒഴിവാക്കാനുള്ള കാരണം വ്യക്തമായി അവർ പറഞ്ഞില്ല. ഇത് അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നു. ദീപികയുടെ ഈ കൽക്കി എക്സിസ്റ്റിന് പിന്നിൽ പല വിഷയങ്ങളുണ്ടെന്നാണ് സിനിമാ മേഖലയിലെ പലരും അഭിപ്രായപ്പെടുന്നത്. അതിൽ പ്രധാനമായും പറയുന്ന ചില കാരണങ്ങളുണ്ട്. പ്രതിഫലം, ജോലി സമയം, ലാഭവിഹിതം. ബോളിവുഡിൽ ജോലി ചെയ്യുന്ന പല നടിമാരും ദീപികയെ പോലെയും തന്റെ പ്രതിഫലത്തിലും മറ്റു ആവശ്യങ്ങളിലും വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ദീപിക പ്രതിദിനം 6-7 മണിക്കൂർ മാത്രമുള്ള ജോലി സമയം, ചിത്രത്തിന്റെ ലാഭവിഹിതം, വർദ്ധിച്ച പ്രതിഫലം തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. പ്രമുഖ സംവിധായകനായ സന്ദീപ് റെഡ്ഡി വങ്കയുടെ സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ നിന്ന് നേരത്തെ ദീപിക പിന്മാറിയതും ഇതേ കാരണങ്ങൾ കൊണ്ടാണെന്ന് വാർത്തകൾ വന്നിരുന്നു. ഈ ആവശ്യങ്ങൾ കൽക്കിയുടെ നിർമ്മാതാക്കൾക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ വന്നതാണ് പിന്മാറ്റത്തിന്റെ കാരണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. കഥാപാത്രത്തിന്റെ പ്രാധാന്യം കുറഞ്ഞത് വേറൊന്ന്. കൽക്കിയുടെ ആദ്യ ഭാഗത്തിൽ ഗർഭിണിയായ സുമതി എന്ന കഥാപാത്രത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ഭാഗത്തിൽ കഥാപാത്രത്തിന് പ്രാധാന്യം കുറയുകയും കമൽഹാസൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന് കൂടുതൽ സ്ക്രീൻ ടൈം ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് സൂചന. ഒരുപക്ഷെ പ്രാധാന്യം കുറഞ്ഞ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിലുള്ള അതൃപ്തി ദീപികയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം. ഇതേ തുടർന്ന് ദീപിക സ്വയം പിന്മാറിയതായി റിപ്പോർട്ടുകളുണ്ട്. പിന്നെ സെറ്റിലെ ചില പ്രശ്നങ്ങൾ. ദീപികയും സംവിധായകനോ മറ്റ് അണിയറ പ്രവർത്തകരുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നോ എന്നതും ഒരു ചോദ്യമാണ്. സ്പിരിറ്റ് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ സന്ദീപ് റെഡ്ഡി വങ്കയുമായി ദീപികയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി മുൻപ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. സമാനമായ ഒരു സാഹചര്യമായിരിക്കാം കൽക്കിയുടെ സെറ്റിലും സംഭവിച്ചതെന്ന് കരുതുന്നവരുമുണ്ട്. ആരാധകരുടെ പ്രതികരണം എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതോടെ ദീപികയും പ്രഭാസിന്റെയും ആരാധകർ ഞെട്ടിയിരിക്കുകയാണ്. കൽക്കിയിലെ സുമതി എന്ന കഥാപാത്രം സിനിമയിലെ ആത്മാവ് തന്നെയായിരുന്നുവെന്നും ദീപിക ഇല്ലാതെ രണ്ടാം ഭാഗം പൂർണ്ണമാകില്ല എന്നും ഒരു വിഭാഗം ആരാധകർ പറയുന്നു. അതേസമയം സിനിമയുടെ വിജയം കഥാപാത്രത്തിൻ്റെതാണെന്നും ആരാണോ ആ വേഷം ചെയ്യുന്നത് അവർക്ക് അംഗീകാരം ലഭിക്കുമെന്നും മറ്റൊരു വിഭാഗം വാദിക്കുന്നു. പലരും ആലിയ ഭട്ടിന്റെ പേര് ദീപികയ്ക്ക് പകരമായി നിർദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ നിന്ന് ഒരു പ്രമുഖ നടി പിന്മാറിയത് വലിയൊരു സംഭവമാണ്. ഇതിന്റെ യഥാർത്ഥ കാരണം ഇനിയും വ്യക്തമല്ല. പക്ഷെ ഈ സംഭവത്തിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നു. ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്നത് അതിന്റെ ആദ്യ ഭാഗത്തെ താരങ്ങളുടെ മാത്രം അവകാശമല്ല. നിർമ്മാണ കമ്പനിക്കും സംവിധായകനും അവരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ അവകാശമുണ്ട്. ദീപികയുടെ പിന്മാറ്റം കൽക്കിയുടെ രണ്ടാം ഭാഗത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. സിനിമയുടെ കഥയിലോ കഥാപാത്രങ്ങളിലോ വലിയ മാറ്റങ്ങൾ വരുത്തുമോ അതോ പുതിയ നായികയെ കൊണ്ടുവരുമോ എന്നെല്ലാം അറിയാനായി ആരാധകരെ പോലെ നമുക്കും കാത്തിരിക്കാം.